വേളാങ്കണ്ണി പോകാനുള്ള ആഗ്രഹം തോന്നിയപ്പോൾ എങ്ങനെ പോകും? ട്രെയിനിന് പോകണോ അതോ ബസ്സിന് പോകണോ? അപ്പോഴാണ് യാദൃശ്ചികമായിട്ട് സ്പൈസ് കേരള വേളാങ്കണ്ണി തീർത്ഥയാത്ര ബോർഡ് കാണുകയും ആ നമ്പർ ബുക്ക് ചെയ്തു. 2020 ഡിസംബർ 12 ആയിരുന്നു ഈ യാത്ര. ഡിസംബർ 12 വെള്ളിയാഴ്ച വൈകിട്ട് വരാപ്പുഴയിൽ നിന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. 2 പകൽ 2 രാത്രി ഉൾപ്പെട്ട പാക്കേജ് 8 നേരത്തെ ഫുഡും ഉൾപ്പെട്ടിരുന്നു. റൂമുകൾ നമുക്ക് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈവറോട് പറഞ്ഞാൽ അവർ ബുക്ക് ചെയ്ത് തരും. നല്ലൊരു യാത്ര തന്നെയായിരുന്നു. യാത്രയിൽ യാത്രാസമയം പാലിച്ചാണ് പോകുന്നത്. കറക്റ്റ് സമയത്ത് ഭക്ഷണം, ടീ ബ്രേക്ക് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബസ് വൈക്കിൽ നിന്നും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരാപ്പുഴ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വരും എത്തി. അങ്ങനെ ഞങ്ങളെയും പിക്ക് ചെയ്ത് കണ്ടെയ്നർ വഴി ആലുവയിൽ കാത്തിരുന്നവരെയും പിക്ക് ചെയ്ത് ആലുവയിൽ പ്രശസ്തമായ മണപ്പുറം പാലവും പിന്നിട്ട് യാത്ര തുടർന്നു. കാത്തിരുന്ന ആളുകളെ കയറ്റി വാഹനം 8 മണിക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ പാനാച്ചേരി പെട്രോൾ പമ്പിൻ്റെ ഭക്ഷണത്തിനായി നിർത്തി. ചോറ്, മാങ്ങാച്ചാറ്, മീൻകറി, തോരൻ, അച്ചാർ എന്നിവയായിരുന്നു വിഭവങ്ങൾ. ഇവിടെ എത്തിയപ്പോഴാണ് സ്പൈസ് കേരളയുടെ മറ്റ് വേളങ്ങളിലേക്കുള്ള വാഹനങ്ങൾ ഒത്തുചേർന്നത്. എല്ലാവരും ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. ഓരോ ബസ്സിനും നമ്പറുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ കയറി. 3 ബസ്സിൻ്റെ നമ്പർ. സ്ലീപ്പർ ബസ് ഉണ്ട്, സെമി സ്ലീപ്പർ ബസ് ഉണ്ട്, പുഷ് ബാക്ക് ബസ് ഉണ്ട്. വോൾവോ പുഷ് ബാക്ക് ബസ്സാണ് ഞങ്ങളുടേത്. പളനിയിലെത്തി. പളനിയിലെ കൊണ്ടയിൽ മംഗളം എന്ന സ്ഥലത്തെത്തി. അവിടെയാണ് ടീ ബ്രേക്ക്. ഏകദേശം ഒരു 11:30 വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങി, ചായ കുടിക്കാനൊക്കെ ഇറങ്ങി. അങ്ങനെ അവിടെ നിന്നും ചായയും കുടിച്ച് യാത്ര വീണ്ടും പുറപ്പെടുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം രാവിലെ ഏകദേശം 4:30 വേളാങ്കണ്ണിയിലെത്തി. അപ്പോൾ റൂം ബുക്ക് ചെയ്തവരോടെല്ലാം നിൽക്കാൻ പറഞ്ഞു. ബാക്കി എല്ലാവരും അവരുടെ ബുക്ക് ചെയ്ത് അങ്ങോട്ടൊക്കെ പോയി. പിന്നെ ബുക്ക് ചെയ്യാനുള്ളവരൊക്കെ ലഗേജ് കൊടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് ഉണ്ടായത്. ഞങ്ങൾ അവിടെ നിന്നു. ഞങ്ങളുടെ റൂം ബുക്ക് ചെയ്തതിന് അടുത്ത് തന്നെയാണ്. AC റൂമാണ് ബുക്ക് ചെയ്തത്. ഇന്നത്തെ റേറ്റ് ഏകദേശം വരുന്നത് 1300 രൂപയാണ്. ശിവ റെസിഡൻസിലാണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. തരക്കേടില്ലാത്ത റൂമാണ്. ഞങ്ങൾക്ക് ഈ റൂം ധാരാളമായിരുന്നു. നാളെ രാവിലെ തന്നെ 7:30 പിക്കപ്പ് ചെയ്യണം. ഫ്രഷ് ആകാനും ഇന്ന് ഉറങ്ങാനും ഈ റൂം ധാരാളമായിരുന്നു. ഞാൻ വേഗം കുളിച്ച് ഫ്രഷായിട്ട് പുറത്തോട്ട് പോകാനുള്ള ഉദ്ദേശത്തിലായിരുന്നു. വേളാങ്കണ്ണി പള്ളിയിലേക്കുള്ള റൂട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി, ബീച്ചിലോട്ടൊക്കെയുള്ള റൂട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി, എന്തൊരു ദൂരം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി വരാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഞാൻ പോയത്. ഒരു 5:45 ആയപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആളുകളൊക്കെ റൂം വേണമെന്നൊക്കെ ചോദിച്ച് എൻ്റെ അടുത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ റൂമൊക്കെ ഞാൻ സെറ്റാക്കി ഞാനൊന്ന് പോയിട്ട് പോയിട്ടൊക്കെ വരാം. അങ്ങനെ കുറച്ച് എത്തിയപ്പോഴാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് കാണാൻ ശ്രദ്ധയപ്പെട്ടത്. ഇതാണ് ഇവിടെ കാണുന്ന ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡും പിന്നെ ഓട്ടോ സ്റ്റാൻഡും എല്ലാം ഈ ഇതിനോട് ചേർന്ന് തന്നെയാണ്. ഓട്ടോറിക്ഷ ആളുകളൊക്കെ കാണാം. ഹോട്ടലൊക്കെ തിരക്കി കഴിഞ്ഞാൽ ആളുകളെല്ലാം പാചകത്തിൻ്റെ തിരക്കിലാണെന്ന് കാണാം. ഇവിടെ തന്നെ ഒരു ചെറിയൊരു മാതാവിൻ്റെ കപ്പകൾ കാണാം കേട്ടോ. ഭാരതത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിലെ വേളാങ്കണ്ണി എന്ന ചെറിയ പട്ടണത്തിലുള്ള ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഗുഡ് ഹെൽത്ത്, അതായത് വേളാങ്കണ്ണി പള്ളി. ഇതാണ് ഈ മനോഹരമായ ദേവാലയം. 5:30 ഇവിടെ രാവിലെ തന്നെ പ്രാർത്ഥനയാണ്. 6 മണിക്കാണ് തമിഴിൽ വിശുദ്ധ കുർബാന ഉള്ളത്. അപ്പോൾ ഞാൻ ബീച്ചിലേക്ക് നടക്കുകയാണ്. മലയാള കുർബാന ഉള്ളത് 9 മണിക്കാണ്. മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് നമ്മുടെ മലയാള കുർബാന ഉള്ളത്. പുതിയതായി പണിത വലിയ ചർച്ചാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. അപ്പോൾ ബീച്ചിലോട്ട് പോകുമ്പോൾ നല്ല നീറ്റാക്കി ഇടുന്ന കാഴ്ചകൾ കാണാം കേട്ടോ. അടിച്ച് നീറ്റാക്കി ഇട്ട് അടിപൊളിയാക്കി ഇടുന്ന കാഴ്ചകളാണ് കാണുന്നത്. 1-2 കടകളൊക്കെ മാത്രമേ തുറന്നിട്ടുള്ളൂ. രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇതന്നെ രാവിലെ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ സൂര്യോദയം കാണാമെന്ന ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കി ഒരു 6:45 ആവും സൂര്യൻ ഉദിച്ചു വരാൻ. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചൊരു 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്താൽ മാത്രമാണ് ഇനി സൂര്യോദയം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വേളാങ്കണ്ണി ബീച്ചിലാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം വേളാങ്കണ്ണി എത്തിയത് ഒരു 3:30-4:30 ആയപ്പോൾ വേളാങ്കണ്ണിയിലെത്തി. ഇപ്പോൾ ബീച്ചിൽ വന്നേക്കണ ഒരു 6:10 സമയം ഉണ്ടാവും. സൺറൈസ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കിട്ടുമെന്നൊക്കെ ഒരു 6:30-6:45 ആകുമ്പോൾ കുറച്ച് സൺറൈസ് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് നോക്കാൻ പറ്റും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു എൻ്റെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു. അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫേഴ്സിനെ കൊണ്ട് ഒരു ഫോട്ടോ ഞാൻ എടുപ്പിച്ചു കേട്ടോ. ഏകദേശം ഒരു 50 രൂപയാണ് ഒരു ഫോട്ടോയ്ക്ക് ചാർജ് വരുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇവിടെ കാണാം. ബീച്ചിൽ സൂര്യോദയം കാണാൻ വേണ്ടിയാണ് അവർ നിൽക്കുന്നത്.
കുറച്ച് നേരമൊക്കെ മടങ്ങിപ്പോയി. എന്താണ്, ഒരു 3/4 മണിക്കൂർ അങ്ങോട്ട് വെയിറ്റ് ചെയ്യണം. അത്ര നേരം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നേരമൊക്കെ മടങ്ങിപ്പോയി. ഞാൻ കാത്തിരുന്നു. എന്താണ് ഇനി അമ്മ അത്ര നേരം വന്നിട്ട് സൂര്യോദയം കാണാതെ പോകണ്ടല്ലോ. ഞാൻ കാത്തിരുന്നു. അങ്ങനെ 6:45 ആയപ്പോൾ തന്നെ സൂര്യൻ ഉദിച്ചു തുടങ്ങി. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ അല്ല, സൂര്യൻ ഭയങ്കര ചെറിയ ഒരു സൂര്യനായിരുന്നു. അങ്ങനെ സൂര്യൻ്റെ ആ വിഷ്വലൊക്കെ എടുക്കാൻ പറ്റി. അങ്ങനെ 7 മണിക്ക് തന്നെ റൂമിലെത്തിയിട്ടോ. അപ്പോൾ ബീച്ചിലൊക്കെ വന്നതാണ്. ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. ഒന്ന് ഫ്രഷ് ആവാം. വീണ്ടും ഞാൻ ഫ്രഷ് ആയിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക. അപ്പോൾ 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയും ചായയുമാണ് ഐറ്റം. മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് മലയാള കുർബാന ഉള്ളത്. അപ്പോൾ 9 മണിക്കാണ് മലയാള കുർബാന. അങ്ങോട്ട് പോവുകയാണ്. ഇനി ചർച്ച എത്താൻ മുമ്പ് ഒരു വലിയ യേശുവിൻ്റെ പ്രതിമ കാണാം. ഇവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കുകയും ഒരു പ്രത്യേക തന്നെ ഒരു കാഴ്ച തന്നെയാണ് യേശുവിൻ്റെ വലിയ പ്രതിമ. പുതിയതായത് പണി കഴിപ്പിച്ച വലിയൊരു ചർച്ചുണ്ട്. ആ ചർച്ചാണ് മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഈ ചർച്ചിലാണ് വിശുദ്ധ കുർബാന ഞങ്ങൾ അർപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ പുറത്തിറങ്ങി. ഇവിടെ തന്നെ പല കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ടു. യേശുവിൻ്റെ പ്രതിമകളുണ്ട്. അങ്ങനെ പല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ വേളാങ്കണ്ണി ചർച്ചയൊക്കെ സന്ദർശിച്ചു. പ്രാർത്ഥിച്ചു. എല്ലാം ഒരു കഴിഞ്ഞു. ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് പോയി. റൂമിലോട്ട് പോകുമ്പോൾ കുറേ കച്ചവട കടകളൊക്കെ കാണാം. പിന്നെ മാങ്ങയൊക്കെ വിൽക്കുന്ന കാഴ്ച കാണാം. പഴങ്ങളൊക്കെ വിൽക്കുന്ന കാഴ്ചകൾ കാണാം. ഏകദേശം 12:30 ആകുമ്പോൾ ഭക്ഷണം കൊടുത്തു തുടങ്ങും. അപ്പോൾ ലഞ്ചിനായിട്ട് ഞങ്ങൾ പഴയ സ്ഥലത്ത് വീണ്ടും പോയി. അവിടെ ചോറ്, മാങ്ങാച്ചാറ്, ഇറച്ചി, തോരൻ, സലാഡ്, അച്ചാർ ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് വീണ്ടും റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. പിന്നെ വീണ്ടും ഒരു വൈകിട്ട് നമുക്ക് പുറത്തിറങ്ങണം. വീണ്ടും വേളാങ്കണ്ണിയിൽ പോകണം. സന്ദർശിക്കാത്ത ഭാഗങ്ങളിൽ പോയി സന്ദർശിച്ചിട്ട് പ്രാർത്ഥിക്കൊക്കെ വേണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വീണ്ടും വേളാങ്കണ്ണിയുടെ കാഴ്ചയിലൊക്കെ ഞങ്ങൾ പോയി.
യാത്ര സന്ദർശിച്ചു. വേറെ മറ്റ് ബാങ്കുകളൊക്കെ ഒന്നും സന്ദർശിക്കാൻ ഞങ്ങൾ പോയില്ല. വേളാങ്കണ്ണിയിൽ തന്നെ എല്ലാം പ്രാർത്ഥിക്കാനുള്ള ഭാഗത്തൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും റൂമിലോട്ട് വന്നു. അങ്ങനെ ആ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു. രാവിലെ ഇനി വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് പോകാനുള്ള യാത്രയൊക്കെ വേണം. അങ്ങനെ വെക്കേറ്റ് ചെയ്തു. ഞാൻ ഒരു 7:30 വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടി. അതിന് മുമ്പ് ചായ പരിപാടിയൊക്കെ ഉണ്ട്. ആ ചായയും കുടിച്ച് ഞങ്ങൾ വീണ്ടും ബസ് കയറി വീണ്ടും വീട്ടിലോട്ടുള്ള യാത്രയിലാണ്.